കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും എനിക്കെടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വീഡിയോ ആണ് ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ തന്നെ മൊബൈൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടൂ എന്നുള്ളൊരു റിക്വസ്റ്റാണ് കണ്ടത്. എന്നാൽ പിന്നെ ആ ആവേശം കെട്ടടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. സംഭവം ലക്ഷണമൊക്കെ കണ്ടിട്ട് മിക്കവാറും ഞാനിതൊരു 10-20 എപ്പിസോഡായിട്ട് ഇടേണ്ടി വരും. സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ള വീടുകളിൽ കാണപ്പെടുന്ന തിക്കിത്തിരക്ക് എന്ന കലാരൂപം കൃത്യമായിട്ട് ഇവിടെയും രാവിലെ അരങ്ങേറാറുണ്ട്. കൂട്ടത്തിൽ കുറച്ചും കൂടെ ഒന്ന് തിക്കിത്തിരക്കൊക്കെ നടത്താമെങ്കിൽ ആരോഗ്യം കൂടി രക്ഷപ്പെടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും കുറച്ച് നാളായിട്ട് ജിമ്മിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ അതും കൂടിയൊക്കെ നടക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ജിമ്മാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ അവിടെ ആക്കിയിട്ട് നേരെ നമ്മൾ അവിടേക്കും കൂടി പോയിട്ടാണ് തിരിച്ചു വരാറുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പുറപ്പെടാനും വേണ്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കൂടെ ഒരാൾ കൂടി റെഡി ആയിട്ട് ഇങ്ങനെ വാലാട്ടി നിൽക്കാറുണ്ട്. പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് അറിയാം ഇത് രാവിലെ സ്കൂളിലേക്കുള്ള പോക്കാണ്, ഇവിടെ എനിക്ക് സ്ഥാനമില്ല എന്ന മട്ടിൽ അവിടെ ഇങ്ങനെ വിശാലമായിട്ട് കിടപ്പുണ്ട്. പിന്നെ എന്തായാലും രാവിലെ എല്ലാവരും വലിയ തിരക്കിലാണ്. എന്നാൽ പിന്നെ കുറച്ച് എരുതിയിൽ എണ്ണ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ദിവസമായിട്ട് മുടിഞ്ഞ മഞ്ഞാണ്. ഇപ്പം ഇങ്ങനെ റോഡ് എവിടെ എന്ന് നമ്മളിങ്ങനെ നോണ്ടി നോണ്ടി കണ്ടുപിടിച്ച് പോകേണ്ട അവസ്ഥയിലാണ്. ആ പേര് പറഞ്ഞ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും കരഞ്ഞ് കരഞ്ഞിട്ട് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ജിമ്മിൽ നിന്ന് തിരിച്ച് പോകാറുള്ളത്. അതും ആഴ്ചയിൽ ഒരു 5 ദിവസമാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരു 3-4 ദിവസത്തിൽ തന്നെ ഒതുക്കാറാണ് പതിവ്. അങ്ങനെ അവിടുത്തെ കസർത്തൊക്കെ ഒന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും കെട്ടിയവന് പോകാനുള്ള സമയമായിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ഞാൻ പോയിട്ട് കോഴികൾക്കൊക്കെ ഒന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് വരും. സാധാരണ പിള്ളേരെ പറഞ്ഞു വിടുന്നതിലും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് കെട്ടിയവനെ പറഞ്ഞു വിടാനുള്ളതെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. എന്തായാലും ഇത്രയൊക്കെ പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു.